ആലോചിക്കുന്ന ആ വീടൊന്ന് മാറി വേറെ ആ താക്കോല് പൂട്ടിയിട്ട് ആർക്കാണോ കൊടുത്തിട്ട് വാടകയ്ക്ക് താമസിക്കാനാണ് എന്റെ ഒരു തീരുമാനം, ആലോചനയാണ് ഞങ്ങളെ വീട്ടിൽ. കാരണം കേട്ട് മടുത്തു. കേൾക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പം ആ കുഞ്ഞിനെ തന്നെ അവിടെ നിർത്താൻ പറ്റുമോ? ഈ കുറ്റം പറയുന്നതെല്ലാം വന്നാൽ കുഞ്ഞിനെ ഉത്തരവാദിത്തപ്പെട്ടവർ നോക്കുന്നെങ്കിൽ നോക്കട്ടെ. അല്ല ഞാൻ എന്റെ കുഞ്ഞിനെ വിട്ടു തരത്തില്ല. വെറൈറ്റി മീഡിയയ്ക്ക് രേണു സുധി കഴിഞ്ഞ ദിവസം കൊടുത്ത ഒരു ഇന്റർവ്യൂ ആണ് കേട്ടോ. ആ ഇന്റർവ്യൂവിൽ പുള്ളിക്കാരി പറഞ്ഞത് കേട്ടല്ലോ, ഉത്തരവാദിത്വപ്പെട്ടവർ വന്ന് ഋതപ്പനെ ഏറ്റെടുക്കണമെന്ന്. ഋതപ്പൻ ആരാണെന്ന് അറിയാല്, രേണു സുധീന്റെ സ്വന്തം മകൻ. അല്ല, നമ്മളൊക്കെ നോക്കുമ്പോൾ അമ്മ എന്ന രീതിയിൽ നോക്കുവാണെങ്കിൽ ഈ ഒരു രേണു അല്ലാതെ പിന്നെ ആരാണ് ഇതിലെ ഉത്തരവാദിത്വപ്പെട്ടവരെന്ന് പറയുന്നത്? പിന്നെ സ്വന്തം മകനെ സ്വന്തം അമ്മ അല്ലാതെ പിന്നെ ആരാണ് വന്ന് നോക്കണം എന്ന് പറയുന്നത്? ഇവരെന്തർത്ഥത്തിലാണ് പറയുന്നത്? പറയണ സിനിമയും ജീവിതവും അതൊക്കെ പറഞ്ഞുകൊണ്ട് സമയം കിട്ടുന്നില്ല, മകനെ നോക്കാനുള്ള സമയം കിട്ടുന്നില്ല. അതിന്റെ ഒരു വീഡിയോ കൂടെ നിങ്ങളത് കണ്ടു നോക്കട്ടെ. സ്വന്തം മകന്റെ മുറിവിനെ കുറിച്ച് പോലും ഒരു അറിവില്ലാത്ത ഒരു അമ്മ വീട്ടിലുണ്ടായിരുന്നിട്ട് പോലും മകന് ആ ഒരു മുറിവ് എങ്ങനെ സംഭവിച്ചു എന്ന് തൊട്ടടുത്ത് നിൽക്കുന്ന അമ്മയോടാണ് ചോദിക്കുന്നത്. അതും ആ ഒരു വീഡിയോയിൽ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കും. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കും. ഞാനിവിടെ വന്നപ്പോ എന്തോ ജീവി കണ്ട് വന്നിട്ട് മരുന്നൊക്കെ മേടിച്ചിട്ട് ഇച്ചിരി കുറവുണ്ട്, ചെവിയിലുണ്ടായിരുന്നു. ഞാൻ വന്നപ്പോ കണ്ടിട്ട് ഭയങ്കര സങ്കടമായിരുന്നു. അതെന്നാ പറ്റി തന്നു വാവ് ഇവിടെ നിന്ന് തന്നെ മനസ്സിലാകാൻ പറ്റുന്നല്ലേ ഉത്തരവാദിത്തപ്പെട്ട ഒരു അമ്മ ഏത് നിലയിലാണെന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോകൾ വരുന്നതിന് താഴെ തന്നെ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്ന ഒരു മെയിൻ കമന്റ് എന്ന് പറയുന്നത്, ജിഷയുടെ അമ്മയുടെ അവസ്ഥ എന്തായിരുന്നോ അതുപോലെ തന്നെ വൈകാതെ രേണുവിന് അതേ അവസ്ഥ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഓൾറെഡി ജിഷ എന്ന് പറയുന്ന ആളും ജിഷയുടെ അമ്മയുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ സംഭവിക്കുമെന്ന് തന്നെയാണ് രേണു സുധി എന്ന കലാകാരിയെ കുറിച്ചും ആളുകൾ പറഞ്ഞു തുടങ്ങുന്നത്. അതായത് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പോലും ഇപ്പോൾ വിമർശിക്കുന്ന രീതിയിൽ വരെ എത്തിയിരിക്കുകയാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് കേട്ടപ്പോ ദേഷ്യം വന്നു കണ്ടിട്ട്, ഉത്തരവാദിത്തപ്പെട്ടവർ വന്ന് കുഞ്ഞിനെ ഏറ്റെടുക്കണമെന്ന്. അല്ല, ഈ പറയുന്ന കേട്ടാൽ തോന്നും ഈ കുഞ്ഞ് നാട്ടുകാരുടെ ആണോ എന്നുള്ളൊരു സംശയം കൂടി ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് അഹങ്കാരം കാണിക്കുന്നുണ്ടല്ലോ, അതൊന്ന് കുറച്ച് ദിവസത്തേക്കൊന്ന് ഒതുക്കിവേ. ആ അഹങ്കാരമൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് അഭിനയിച്ച് കാണിച്ചു കൊടു. എന്നാൽ നിന്നെ ഈ ജനങ്ങൾ അംഗീകരിക്കും. അല്ലാതെ ഇപ്പോൾ താൻ ഏതോ വലിയൊരു സ്റ്റാർ ആണ് എന്ന നിലയിൽ തന്നെയാണ് ഇപ്പം രേണു സുധിയുടെ ഇത്തരം വീഡിയോകളും അല്ലെങ്കിൽ ഇപ്പോഴത്തെ പോക്ക് കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. അതൊന്ന് ആലോചിച്ച് നോക്കി. ഒന്നുമില്ലാതിരുന്ന സമയത്ത് ഒരു വീട് വേണം, അത് വീടെന്നുള്ള സ്വപ്നം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഘോരഘോരമായിട്ട് ഇറങ്ങി നടന്നവരാണ് ഇവരൊക്കെ. പക്ഷെ വീട് കിട്ടിയതിനു ശേഷം ഇപ്പോഴത്തെ അഹങ്കാരം അവരുടെ കണ്ടില്ലേ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട ആ കോൺട്രവേഴ്സി, അതായത് വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ശരിക്കും ഇവർ പറയുന്നുണ്ടല്ലോ, ഈ വീട് പൂട്ടി ഞാൻ വാടകയ്ക്ക് പോലും താമസിക്കാൻ പോകും എന്ന് പറയുന്നത്. ശരിക്കും വാടക പോലും കൊടുക്കാൻ പോലും കഴിവില്ലാത്ത എത്രയോ പേര് നമുക്ക് ചുറ്റുമുണ്ട്. അവരുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ അർഹതപ്പെട്ടവർക്കാണ് ഈ വീട് സ്ഥലം കൊടുത്തിരുന്നെങ്കിൽ അവർ പൊന്നുപോലെ അതിനെ കൊണ്ട് നടന്നേനെ. ഇങ്ങനെ ആവശ്യമില്ലാത്ത നന്ദികേട് കാണിക്കുന്നവർക്കൊക്കെ വീടും സ്ഥലം, അത് 7 സെന്റ് സ്ഥലമാണ് കൊടുത്തത്. ആ 7 സെന്റ് സ്ഥലത്തില് 1050 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീടാണ് കൊടുത്തത്. ഇപ്പോൾ രേണുവിന്റെ കുടുംബക്കാർ, അത് അച്ഛനും കുറെ പ്രഹസനങ്ങൾ കഴിഞ്ഞ വീഡിയോകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ അഹങ്കാരം അങ്ങ് തലയ്ക്ക് മീതെ കയറി. അതായത് സോഷ്യൽ മീഡിയയിലൂടെ ഭയങ്കരമായിട്ട് വൈറലായി എന്നാണ് പുള്ളിക്കാർ വിചാരിക്കുന്നത്. പക്ഷെ പെട്ടെന്ന് ഈ ഒരു വൈറലാവുന്ന കാര്യമുണ്ടല്ലേ, ഇത് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. എല്ലാം പെട്ടെന്ന് പോകാൻ താമസവും ഇല്ല എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കരുത്. എന്തായാലും വീടുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു വിവാദങ്ങൾക്കൊപ്പം തന്നെ ചർച്ചയായതും ഈ ഒരു കാര്യം തന്നെയാണ്. അതായത് രേണു സുധി 5 വയസ്സുകാരനായ മകൻ ഋതുലിനെ ശ്രദ്ധയോടെ പരിപാലിക്കുന്നില്ല എന്നത് തന്നെ. അതിന് കാരണമായിട്ട് രേണുവിനെതിരെ രംഗത്തെത്തിയവരും ചൂണ്ടിക്കാട്ടിയതും കുഞ്ഞിന്റെ കഴുത്തിന്റെ പിൻഭാഗത്തുള്ള ആ ഒരു പൊള്ളൽ മുറിവ് തന്നെയായിരുന്നു. മീഡിയ മകന്റെ മുറിവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ രേണുവിന്റെ ആ കൃത്യമായിട്ടുള്ള മറുപടി എന്താണെന്ന് നിങ്ങൾ കേട്ടല്ലോ. അതായത് കൃത്യമായിട്ടുള്ള മറുപടി പറയാൻ അവർക്ക് കഴിയുന്നില്ല എന്ന് തന്നെയാണ്. ഇതാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ വന്നിരിക്കുന്ന ചർച്ചകൾ. നമുക്കറിയാം, സുധിയുടെ മരണശേഷം ഈ ഒരു രേണുവിന്റെ വരുമാനത്തിനെ ആശ്രയിച്ച് തന്നെയാണ് കുടുംബം മുന്നോട്ട് പോകുന്നത്. സിനിമ, മ്യൂസിക് വീഡിയോകൾ, ഷോർട്ട് ഫിലിമുകൾ, അതുപോലെ മോഡലിംഗ് എന്നിവയൊക്കെ തന്നെയാണ് രേണു സജീവമായിരിക്കുന്നത്. രേണു ഒട്ടുമിക്ക ദിവസങ്ങളിലും ഷൂട്ടിംഗ് തിരക്കുകളിലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാത്രയിലുമായിരിക്കും. അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് എടുത്ത് നോക്കിയാൽ അറിയാം, ഓരോ സമയത്ത് ഓരോ കോപ്രായ വീഡിയോകൾ തന്നെ കാണാൻ പറ്റും അല്ലെ. അതില് ഇപ്പൊ വന്ന് മുട്ടിന്റെ മുകൾ വരെ ആയി ഡ്രസ്സിന്റെ ആ ഒരു ലുക്ക് എന്ന് പറയുന്നത്. ഞാൻ ഡ്രസ്സിനെ കുറിച്ച് വിമർശിക്കുന്നില്ല, അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യമാണ്. ഡ്രസ്സിന് നമുക്ക് അവർക്ക് ഇഷ്ടമുള്ളത് ഏത് വേണോ ധരിക്കാം, വേണമെങ്കിൽ ബിക്കിനി ഇട്ട് വേണമെങ്കിലും ധരിക്കാം. അത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ്.
അതിലേക്ക് നമ്മൾ കൈകടത്തുന്നില്ല. ഏതായാലും ഈ രേണു ഇല്ലാത്ത സമയത്ത് ഈ ഒരു കുഞ്ഞിനെ പരിപാലിച്ചിരുന്നത് രേണുവിന്റെ മാതാപിതാക്കളാണ്. എന്തായാലും ഈ ഒരു മകനെ പൊള്ളലേൽപ്പിച്ചതിന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ രേണുവിനെതിരെ പരാതി വന്നുവെന്നും അതുപോലെ വൈകാതെ നടപടി ഉണ്ടാകുമെന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്ന ഒരു. അതിന് പിന്നാലെ തന്നെ രേണു ഈ ഒരു മെയിൻ സ്ട്രീം 1 ചാനലിന് മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഈ വാർത്തകളിലെ സത്യം എന്താണെന്നൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട്. പുള്ളിക്കാരി പറയുന്നതെന്ന് വെച്ചാൽ താൻ പ്രസവിച്ചിട്ടില്ലാത്ത മകനായ രാഹുലിനെ പോലും ഒരു കമ്പ് കൊണ്ടുപോലും വേദനിപ്പിച്ചിട്ടില്ലാത്ത ഒരാളാണ്. 13 വയസ്സിലാണ് എനിക്ക് കിച്ചുവിനെ കിട്ടുന്നതെന്നും ഒരു കമ്പ് കൊണ്ടുപോലും കിച്ചുവിനെ വേദനിപ്പിച്ചിട്ടില്ല. അങ്ങനെയുള്ള താൻ മൃദലിനെ വേദനിപ്പിക്കോ എന്നാണ് പുള്ളിക്കാരി ചോദിക്കുന്നത്. അത് ഏതിനും ഏത് കാര്യം പറഞ്ഞാലും ഉടനെ എടുത്ത് കിച്ചുവിന്റെ കാര്യം എടുത്തിടും. കാരണം അവർക്കറിയാം എവിടെ എങ്ങനെ എന്ത് പിടിക്കണം എന്നുള്ള കാര്യം. അത് തന്നെയാണ് ഇവിടെ കിച്ചു എന്ന വ്യക്തിയെ കുറിച്ച് പിടിച്ചിരിക്കുന്നത്. ഇപ്പൊ സ്വന്തം മകന്റെ ആ മുറിവിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് പോലും അവർക്ക് അറിയില്ല. അത് ആ മീഡിയയുടെ മുന്നിൽ വെച്ച് തന്നെ ഇതെന്ത് പറ്റി അമ്മ എന്നാണ് അവർ ചോദിക്കുന്നത്. അത് തന്നെയല്ലേ നമുക്ക് മനസ്സിലാവുന്നത് എത്രത്തോളം അവര് കുഞ്ഞിന്റെ കാര്യത്തിൽ കെയർ കൊടുക്കുന്നു എന്നുള്ളത്. വെറും 5 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അത് മാത്രമല്ല ആ ഒരു വീഡിയോയിലുണ്ടല്ലോ, വീട് ചോരുന്നു എന്ന് പറയുന്ന ആ ഒരു വീഡിയോയില് ഈ രേണു പറയുന്നുണ്ട്, എന്റെ മുറി ചോരുന്നില്ല, ഋതപ്പന്റെ മുറി ചോരുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോഴത്തന്നെ അവിടെ മനസ്സിലാക്കാം 5 വയസ്സുകാരനായ ഒരു കുട്ടിയെ സ്വന്തം മാതാവിന്റെ അടുത്താണ് കിടക്കേണ്ടത്. പക്ഷെ ആ കുഞ്ഞ് മറ്റു ഒരു മുറിയിലാണ് കിടക്കുന്നത്. അതും അതിനെക്കുറിച്ച് അറിയില്ല. ഏതായാലും 5 വയസ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞൊക്കെ നമ്മളോടൊപ്പം തന്നെ കിടക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത്. ആ കുട്ടിയെ കണ്ടിട്ടും അത്ര ഒറ്റയ്ക്ക് കിടക്കുന്ന ഒരു സിറ്റുവേഷനിലുള്ള ഒരു കുട്ടിയാണെന്ന് തോന്നുന്നത്. ഇനി ആരോടൊപ്പമാണ് കിടക്കുന്നത്, ഇനി രേണുവിന്റെ അച്ഛൻ്റെ അമ്മയോടൊപ്പം ആണോ കിടക്കുന്നത് എന്നൊന്നും അറിയില്ല. പക്ഷെ പ്രത്യേകിച്ച് ഒരു റൂമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. അമ്മയെ രേണുവിനോടൊപ്പം അല്ല കിടക്കുന്നത് എന്നും ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട്. ഇനി കിച്ചുവിനും ഋതുലിനും അവകാശപ്പെട്ട ഈ വീട്ടിലെ രേണുവിന്റെ മാതാപിതാക്കളും അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നതെന്നാണ് ഇപ്പോൾ ഇന്റർവ്യൂവിൽ വന്ന് രേണു പറയുന്നത്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു അല്ലെ, ആരുടെ ഔദാര്യമൊന്നും അവർക്ക് വേണ്ട എന്നാണ് അവർ ഡയറക്റ്റ് ആയിട്ട് പറയുന്നത്. ആ കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് താനും എന്റെ മാതാപിതാക്കളും താമസിക്കുന്നത് എന്നുള്ളത്. നല്ല കാര്യമല്ലേ. എന്തായാലും സുധിയുടെ മൂത്ത മകനായ കിച്ചു ഒരു വ്ലോഗ് വീഡിയോ പങ്കിട്ടതോടെയാണ് ഇത്തരം വിവാദങ്ങളുടെ ഒരു തുടക്കം എന്ന് പറയാൻ. അനിയൻ ഋതുലിനെ കാണാനും അവനോടൊപ്പം സമയം ചെലവഴിക്കാനുമാണ് കിച്ചു അവിടെ പോയത്. ഇരുവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും അല്ലറ ചില്ലറ ഷോപ്പിംഗ് നടത്തുകയും ഫോട്ടോയും വീഡിയോ ഒക്കെ പകർത്തുകയും എല്ലാം ചെയ്തിരുന്നു. പുതിയ വീട് രേണുവും കുടുംബം അശ്രദ്ധയോടെ ഉപയോഗിക്കുന്നു എന്നായിരുന്നു കിച്ചുവിന്റെ വ്ലോഗ് പുറത്തു വന്നപ്പോൾ ഉയർന്നു വന്ന പ്രധാന വിമർശനം. സുധിയുടെ ട്രോഫികൾ കട്ടിലിനടിയിൽ ഉപേക്ഷിച്ചതും രേണുവിനെതിരെ കടുത്ത പ്രതിഷേധം തന്നെയാണ് ഉയർന്നിരുന്നത്. അതേസമയമായിരുന്നു വീടിന് ചോർച്ചയുണ്ടെന്നും വീട് പണിതവർ ഉത്തരവാദിത്വം കാണിച്ചില്ല എന്ന് രേണുവും പിതാവും പറയുന്നു. അതും നമ്മൾ കണ്ടതാണ്. എന്നാൽ ദാനം തന്ന വീടല്ലേ, ഇങ്ങനെ പരാതി പറയാമോ എന്നാണ് ചിലരുടെ വാദം. രേണുവിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമാണ് വാദങ്ങൾ വരുന്നതും. എന്നാൽ രേണുവിനെ കുറ്റപ്പെടുത്തുന്നവരാണ് ഏറ്റവും കൂടുതലുള്ളത്. ഈ സമയത്താണ് ഈ രേണുവിനും കുടുംബത്തിനുമെതിരെ രംഗത്ത് ഒരാൾ വന്നിരിക്കുന്നത്. അതും കൊല്ലം സുധിയെ അടുത്തറിയാവുന്ന താജ് പത്തനംതിട്ട എന്ന് പറയുന്നത്, അതായത് അദ്ദേഹത്തിന്റെ സുഹൃത്ത് എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്ന വെച്ചാൽ രേണുവിന്റെ ഇപ്പോഴത്തെ പോക്കിലെ കൊല്ലം സുധിയെ സ്നേഹിക്കുന്ന പലർക്കും അതൃപ്തി ഉണ്ടെന്നും താജ് പറയുന്നുണ്ട്. ന്യൂസ് ടുഡേ മലയാളത്തോടായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രതികരണം. ഇപ്പോഴത്തെ വിവാദത്തിൽ രേണുവിന്റെ പിതാവിനെ വിളിച്ചപ്പോൾ മോശമായാണ് തന്നോട് സംസാരിച്ചതെന്നാണ് താജ് പറയുന്നത്. ചാനലിൽ വീട് ചോരുന്നുണ്ട് എന്ന് രേണു പറഞ്ഞത് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയല്ലേ എന്ന് ഞാൻ ചോദിച്ചു. രേണുവിന്റെ പിതാവ് എന്നോട് ചൂടാവുകയും മേലാൽ എന്നെ വിളിച്ചു പോയേക്കരുത് എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ചോദിച്ച കാര്യം വളരെ കറക്റ്റ് അല്ലേ? ഇത് നമുക്കും തോന്നിയതല്ലേ? കാരണം വീട് ചോരുന്നു എന്ന് പറയുന്നത് അത് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥ തന്നെയാണ്. ഇന്നലെ വരെ സാറേ എന്ന് അഭിസംബോധന ചെയ്തയാളാണ് ഇന്ന് അദ്ദേഹത്തെ വളരെ മോശമായി സംസാരിച്ചു എന്നാണ് താജ് പറയുന്നത്. 1 രൂപയെങ്കിലും കൊടുത്ത് സഹായിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ആ തന്നോടാണ് ഇങ്ങനെ സംസാരിച്ചതെന്ന് താജ് പത്തനംതിട്ട പറയുന്നുണ്ട്. കൊല്ലം സുധിയുടെ മരണശേഷം ഒരുപാട് പേര് അവരെ സഹായിച്ചിട്ടുണ്ട്. വീട് വെച്ച ഫിറോസ് നാട്ടിൽ നിന്ന് 1 രൂപ പിരിച്ചിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. ഒരുപാട് തൊഴിലാളികൾ ഫ്രീ ആയിട്ട് ആ വീടിന് വേണ്ടി പണിയെടുത്തിട്ടുണ്ട്. ആ സമയത്തും ഒരുപാട് വിഷയമുണ്ടായിട്ടുണ്ട്. അവിടെ നിന്നും വെള്ളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഈ തൊഴിലാളികൾ എന്നെയും വിളിച്ചിരുന്നു. ഞാൻ ആ വീട്ടില് ഹൗസ് വാമിങ്ങിന് പോയിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചത് ബിഷപ്പിന്റെ വീട്ടിൽ നിന്നാണെന്നാണ് താജ് പത്തനംതിട്ട പറയുന്നത്. അത് തട്ടിക്കൂട്ടിയ വീടല്ല, ആ വീട് ചോരില്ല എന്ന് തനിക്ക് ഉറപ്പാണെന്നാണ് താജ് പറയുന്നത്. ശരിയാണ്, കാരണം നമുക്ക് ആ വീട് കാണുമ്പോൾ തന്നെ മനസ്സിലാകല്ലേ ആ വീടിന്റെ അവസ്ഥ, അല്ലെങ്കിൽ വീട് എന്ത് സെറ്റപ്പ് ആയിട്ടാണ് അത് പണിതിരിക്കുന്നത്. ഇപ്പൊ തട്ടിക്കുട്ടിയ വീടാണെങ്കിൽ പോലും തന്നെ അതിനും ചെലവുകൾ എത്രയാണെന്ന് അറിയാലോ. ഒരു ചെറ്റക്കുടൽ വെക്കാൻ തന്നെ നല്ലൊരു എമൗണ്ട് ചെലവാകുന്നുണ്ട്. അപ്പോഴാണ് ഇത്തരത്തിലൊരു വീടും മുറിയും അടുക്കളയും എന്താണ് നമുക്ക് അറിയാലോ എന്താണ് ആ ഒരു സിറ്റുവേഷൻ. ഇത്രയും കിട്ടി അവർക്ക് ഭയങ്കര അഹങ്കാരമാണ്. ഇപ്പൊ ആ ട്രോഫികൾ വെക്കാൻ പോലും സ്ഥലം ഇല്ല എന്നാണ് പറയുന്നത്.
അതായത് ആണി അടിക്കാൻ പോലും പറ്റത്തില്ല എന്ന്. പല ഫോട്ടോസുകളും അലമാരയുടെ മണ്ടേന്നാണ് രേണു എടുക്കുന്നത്. എന്റെ ഫേവറേറ്റ് ഫോട്ടോ എന്നൊക്കെ പറഞ്ഞാണ് കൊല്ലം സുധിയുടെ ഫോട്ടോ എടുത്ത് അലമാര മണ്ടേന്ന് എടുത്ത് ഇങ്ങനെ എടുത്ത് ഇറക്കുന്നത്. അത് ആണി വെച്ച് വെക്കാൻ സ്ഥലമില്ലാന്ന്. അത് ആണി വെക്കണ്ട, ഒന്ന് ചാരിയെങ്കിലും അവിടെ വെക്കാലോ. ചാരി വെക്കാൻ ആ വീട്ടിൽ മതിലുകളേനുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സോഷ്യൽ മീഡിയ താരമായി മാറിയതിനു ശേഷം എന്റെ സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ ആ പേരുണ്ടോ എന്ന് തന്നെയാണ് നമുക്ക് സംശയം. അതിന്റെ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും രേണുവിന്റെ കുടുംബം ഈ ഒരു വീട്ടിൽ കഴിയുന്നതിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ വ്യാപകമായിട്ടുള്ള വിമർശനം തന്നെ വന്നിരുന്നു. ഈ ആരോപണങ്ങളെല്ലാം രേണു സുധി നിഷേധിക്കുന്നുമുണ്ട്. അതിന് കാരണം പറഞ്ഞിരിക്കുന്ന വെച്ചാൽ വീട്ടിൽ തന്റെ അച്ഛനും അമ്മയും ഒക്കെ നിൽക്കുന്നത് മകനെ നോക്കാനാണ്. ഏത് മകനാണെന്ന് അറിയാലോ, ഋതുലിനെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഋതുലിനെ എങ്ങനെയാണ് നോക്കിയതെന്നുള്ള കാര്യവും നമുക്കറിയാലേ. ഈ കുറ്റപ്പെടുത്തുന്നവർ മകനെ നോക്കുമോ എന്നാണ് രേണു ചോദിക്കുന്നത്. പണ്ട് ഓർമ്മയുണ്ടല്ലോ, ജോലിക്ക് പോകുന്ന കാര്യത്തിൽ പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിലിരിക്കാൻ നിങ്ങൾ എനിക്ക് പൈസ കൊടുത്താ എന്ന് പറഞ്ഞ സ്ഥാനത്ത് അതേ സെയിം ഡയലോഗ് തന്നെയാണ് ഇപ്പൊ ഇവിടെ പറയുന്നതും, എന്റെ മകനെ നോക്കുമോ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ മകൻ തന്നെയല്ലേ ഇത്? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള എങ്ങനെ ഒരു മനസ്സ് ഇവർക്ക് തോന്നി? വീട് എന്റെ 2 മക്കൾക്കുമാണ് എന്നാണ് ഘോരഘോരമായിട്ട് അവർ പ്രസംഗിക്കുന്നത്. അതിൽ മറ്റാർക്കും അവകാശമില്ല എന്ന് അവർ എടുത്തു പറയുന്നുണ്ട്. പക്ഷെ ചെറിയ കുട്ടിയെ വീട്ടിൽ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റുമോ എന്നും രേണു ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് താനും തന്റെ കുടുംബവും അവിടെ താമസിക്കുന്നത്. അത് മാത്രമല്ല, സ്വന്തം ചേച്ചിയും കുടുംബത്തെ കുറിച്ച് ഒന്ന് പൊക്കി പറയുന്നുണ്ട്. അവരും എനിക്ക് എന്തെങ്കിലും സഹായം വേണ്ടി വന്നാൽ ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, ഈ രേണുവിന്റെ വീട്ടിന്റെ തൊട്ടടുത്ത് മറ്റൊരു വീട്ടിലെ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. അതായത് അവർക്ക് സ്വന്തമായിട്ട് വീടുണ്ട്, പക്ഷെ അവർ അതിന് കഴിയാതെ രേണുവിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വീടിന്റെ തൊട്ടടുത്ത് അവർ പൈസ മുടക്കി വാടകയ്ക്ക് താമസിക്കുന്നു എന്നാണ് രേണു പറയുന്നത്. ആ രേണുവിന്റെ ചേച്ചിയും കുടുംബവും എല്ലാം. ഒരു പ്രശ്നം വന്നാൽ തന്നോടൊപ്പം നിൽക്കാൻ തന്റെ സഹോദരങ്ങൾ കൂടെ വേണമെന്നും അല്ലാതെ നാട്ടുകാർ കൂടെ നിൽക്കില്ല എന്നാണ് രേണു സുധി ചൂണ്ടിക്കാട്ടുന്നത്. അത് ശരിയാണ്. സഹോദരങ്ങൾ അല്ലെങ്കിൽ രക്തബന്ധം തന്നെയാണ് കൂടെ നിൽക്കുന്നത്. അതിന് നാട്ടുകാരും വരില്ല. ഇനി നാട്ടുകാർ വരണം എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഈ കോലാഹലങ്ങളെല്ലാം കാണിക്കുന്നതെങ്കിൽ അത് വെറും മിഥ്യയാണ്.